വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന. അപ്പൊ അതിന്റെ സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി എനിക്ക് അങ്ങനെ ശരിക്കറിയൊന്നുമില്ല, എന്നാൽ ഞാൻ അറിയും പോലെ ഉണ്ടാക്കുന്നു. പിന്നെ എല്ലാ പച്ചക്കറികളൊന്നുമില്ല, കുറച്ച് മാത്രം പച്ചക്കറികളേ ഉള്ളൂ. ആ പച്ചക്കറികൾ വെച്ചിട്ട് ഞാനൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് ബീൻസ്. അപ്പൊ ബീൻസും ഉരുളക്കിഴങ്ങും ഉള്ളിയും ക്യാരറ്റും പിന്നെ പൈനാപ്പിൾ പിന്നെ ആപ്പിൾ പച്ചമുളക് തക്കാളി ഇത്രയും പച്ചക്കറികളേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്കൊരു ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. സവാള ഇങ്ങനെ കുനുകുനാന്നരിയണം. പിന്നെ സമ്മതി ഇതെന്താ സമ്മതി വേണം. തേങ്ങ ആയിരം കുറിച്ചില്ല. പൈനാപ്പിൾ ഇങ്ങനെ നല്ല പൈനാപ്പിൾ കേട്ടോ, സൂപ്പർ, നല്ല മധുരമുണ്ട്. ഒരു പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഇത്രയും നമ്മൾ തിന്നു തീർത്ത്. ടേസ്റ്റും ഉണ്ട്, നല്ല മധുരം. എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇപ്പം നമുക്ക് ആപ്പിൾ തോല് ചെത്തിയിട്ട്, അയ്യോ ഇതിൻ്റെ ഭാഗം കെട്ടിന്. അപ്പോൾ പുതിയൊരു ആപ്പിൾ എടുക്കാം, പോക്കാം. ഇതിന്റെ തൊലി ചെത്തിയിട്ട പച്ചക്കറി ബിരിയാണിയിൽ ആപ്പിൾ ഇടുക, അങ്ങനെ ഇടുക, തൊലി ചെത്തിയിട്ട. അപ്പൊ തൊലി എത്തട്ടെ. എന്റെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ ഇതാ ഒരു പാട്ട അരി എടുത്തിട്ടുണ്ട്. നമുക്കിത് രാവിലേക്ക് ഉച്ചക്കേക്ക് രാത്രിയൊക്കെ നമുക്ക് ഇത് മതി. അപ്പൊ ഇത് ഞാൻ കഴുകി വെള്ളം പാരാൻ വെക്കട്ടെ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 6 kg, അങ്ങനെ ഒരു അളവും തൂക്കൊന്നുമില്ല കേട്ടോ, സുമാർ. പിന്നെ ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ, ായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലിടാം. അതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ, ബീൻസ്, പിന്നെ ഉള്ളി, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, പിന്നെ പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ
തക്കാളി ഇതും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. അതെ, ചോറിനും കൂടിയുള്ള ഉപ്പിയിലിട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. അപ്പം ഞാൻ ഒരു പാട്ട അരി ഇട്ടിട്ടുള്ള അതിന് ഇതിലേക്ക് ഞാൻ 1.5 പാട്ട വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതാ ഒരു പാട്ട് വെച്ച് ഞാനൊരു അരപ്പാട്ടയും കൂടി ഇതാ വെള്ളം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്. അപ്പം ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അരി ഇടാം. അപ്പം ഞാൻ ആ വെള്ളം തിളക്കുന്നപ്പോൾ നമുക്കൊരു സർലാസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ കക്കിരി, പിന്നെ വെല്ലുള്ളി, ഇതാ തൈര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കുനുകുനെ കട്ട് ചെയ്യാം. ക്യാരറ്റ് ക്യാരറ്റ് പിന്നെ പച്ചമുളക് ഇതിങ്ങനെ മുറിച്ച് നമുക്ക് പച്ചമുളക്. അപ്പോൾ ഇത് നമ്മളെ വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇടാം. അപ്പോൾ ആദ്യം ഒന്ന് ഇത് സിമ്മിലിടാം. ഇത് നമുക്ക് അരിയിലിടാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കാം. നല്ലോണം ഒന്ന് ഇളക്കാം. ഇതിൽ തന്നെ ആപ്പിളും പൈനാപ്പിളും ഇടട്ടല്ലേ. ഇനി കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളും ആപ്പിളും ഇതിലിട്ട് എങ്ങനെയാണ് ഇടേണ്ടത് നമുക്കറിയാം. ഇനി ഉപ്പെല്ലാം ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ. അപ്പോൾ ഇത് പോകും. നമുക്കിത് കുക്കർ അടക്കാം. ഓക്കെ. ഇതെല്ലാം ഈ തൈരിലിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലോണം ചിക്ക് ഇളക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതാ. ചമ്മന്തിയും കൂടി നമുക്ക് ഉണ്ടാക്കിയാലോ. ഇതാ പച്ചമുളകും തേങ്ങയും പിന്നെ കുറച്ച് തൈരും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില. പുതിന മല്ലിയില ഇല്ല, അതുകൊണ്ട് കുറച്ച് കറിവേപ്പില. അപ്പൊ ഇതാ കുക്കറിൽ ഫുള്ളായിട്ടുണ്ട്. വെന്തിനോ നോക്കട്ടെ. സൂപ്പറായിട്ടും വെന്തിനു. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർത്തി വെക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇതാ നല്ല യമ്മി ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ റെഡിയായി. ഓക്കെ. ഫുഡ് കഴിക്കാനിരുന്ന നല്ല അടിപൊളി ബിരിയാണിയാണ്. നല്ല അടിപൊളി ബിരിയാണിയാണോ? അപ്പോൾ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.